BDJS ആലപ്പുഴ ജില്ലാതല നേതൃയോഗം ചേർത്തലയിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BDJS നിർണായക ശക്തിയാകുമെന്ന് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇത്രയും കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടെ ഇതുവരെ ആരും ഉണ്ടാക്കി കാണുകയില്ല. കാരണം അങ്ങ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എല്ലാ സമ്മേളനങ്ങളിലും 19,000, 20,000 പേര് വെച്ച് തിരുവനന്തപുരത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ മുമ്പിലാണ് നമ്മൾ ഈ പാർട്ടി ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷെ പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ളവരാരും തന്നെ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഞങ്ങൾക്കൊക്കെ സാമുദായിക പ്രവർത്തനമല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് വലിയ പരിചയങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ പല കുഴപ്പങ്ങളും ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകുകയുണ്ടായി. നമ്മുടെ ആദ്യത്തെ ഇലക്ഷൻ ഒന്ന് ചെറുതായി നിങ്ങളെടുത്ത് നോക്കിയാൽ യഥാർത്ഥത്തിൽ NDA സംവിധാനം അന്നുണ്ടാകുന്നത് കുമ്മനം രാജശേഖരൻ ചേട്ടനും BJP പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹവും BDJS-ഉമായും അതുപോലെ കുറച്ച് ഘടകകക്ഷിയുമായിട്ടാണ് NDA ആദ്യ സംവിധാനം ഉണ്ടാകുന്നത്. ഇപ്പം BDJS സംബന്ധിച്ചിടത്തോളാണെങ്കിൽ നമുക്ക് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കന്മാർ, നമ്മൾ അത് BJP സംബന്ധിച്ചിടത്തോളാണെങ്കിൽ അവർ ഇത്രയും വർഷങ്ങളായി ഒറ്റയ്ക്ക് മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ നമുക്ക് വലിയ ഇടയെടുപ്പം അധികം ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ലായെങ്കിൽ പോലും ആ ഒരു മൂവ്മെന്റിനകത്ത് നമ്മൾ 6% വോട്ടിൽ നിന്ന് നേരെ 16% വോട്ടിലേക്ക് നമ്മൾ വോട്ട് വർദ്ധിപ്പിക്കുകയുണ്ടായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനായാണ് നേതൃയോഗം വിളിച്ചത്. ജില്ലാ പ്രസിഡന്റ് T. അനിയപ്പൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുതറ ആമുഖ പ്രസംഗം നടത്തി. സംസ്ഥാന സെക്രട്ടറി BT മന്മഥൻ രാഷ്ട്രീയ വിശദീകരണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ജോർജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുട്ടനാട്ടിലെ കർഷകരെ സഹായിക്കുന്നതിനായി അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടും പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജനയിലൂടെ ആലപ്പുഴയുടെ അനന്ത വികസന സാധ്യതയുള്ള മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ ഹബ്ബായി പ്രവർത്തിക്കുന്ന അരൂർ മേഖലയ്ക്ക് സ്പെഷ്യൽ പാക്കേജ് അനുവദിച്ചു കിട്ടുന്നതിനും വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയുള്ള മെമ്മോറാണ്ടം സംസ്ഥാന അധ്യക്ഷന് കൈമാറി. ആലപ്പുഴയുടെ വികസനത്തിന് ഒന്നും ചെയ്യാത്ത സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുവാനും നേതൃയോഗത്തിൽ തീരുമാനമായി. സംഘടനാ സംവിധാനത്തിൽ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുവാനും തീരുമാനം. സംസ്ഥാന സെക്രട്ടറി പ്രദീപ് ലാൽ കായംകുളം, ജില്ലാ വൈസ് പ്രസിഡന്റ് K. സോമൻ, BDMS ജില്ലാ പ്രസിഡന്റ് അമ്പിളി അപ്പുജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രകാശൻ കളപ്പുരയ്ക്കൽ, സതീഷ് കായംകുളം, JP വിനോദ്, ഡോക്ടർ ഭാഗ്യലക്ഷ്മി, സുശീല മോഹൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KP ദിലീപ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് TR പൊന്നപ്പൻ നന്ദിയും പറഞ്ഞു.